Hello everyone. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുൻപേ ബദാം പരിപ്പിനെ പറ്റിയിട്ട് അതുപോലെ ഉണക്കമുന്തിരിയെ പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാഷ്യൂവിനെ പറ്റിയൊക്കെ. അതൊക്കെ നിങ്ങൾ എല്ലാവരും പലരും കണ്ടിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാൻ ഞാൻ അതിന്റെ ലിങ്ക് കാണിക്കാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ കൂടി കിട്ടിയോട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്തിപ്പഴത്തിനെ പറ്റി പറയാം. അത്തിപ്പഴത്തിന്റെ ജന്മസ്ഥലം പലസ്തീനാണ്. പക്ഷേ ശ്രീലങ്കയിലും അമേരിക്കയിലും ഇറ്റലിയിലും ടർക്കിയിലും ഒക്കെ സുലഭമായിട്ട് ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യയിലും ഉണ്ടാവുന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് കാട്ടത്തി എന്ന് വിളിക്കുന്ന ഒരു തരത്തിൽപ്പെട്ടതാണ്. ഇത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള ടൈപ്പാണ്. ശരിക്കും ഇത്തരം നല്ല വെറൈറ്റികൾ പ്രത്യുൽപാദനം നടന്ന് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തൈകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്തരം സെൽഫ് പോളിനേറ്റഡ് ടൈപ്പ് തൈകൾ ചോദിച്ച് വാങ്ങണം. മനസ്സിലായോ? അതിൻ്റെ ഇലയുടെ ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷനുകളുണ്ട്. ഇതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഈ കാട്ടത്തിയും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഫിക്സിന് ഒരുപാട് ഗുണങ്ങളാണ്. അതെല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മതി. ഈ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒന്ന് തൊട്ടടുത്തുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ അവിടെ ചേർന്ന് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി 3 മണിക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വിഷയം അത്തിപ്പഴം. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ഇതിന് മുലപ്പാലിന് തുല്യമായിട്ടുള്ള ഗുണങ്ങളാണ്. മനസ്സിലായോ? അതുപോലെ ഇത് ബൈബിളിലും ഖുറാനിലൊക്കെ ഇതിനെപ്പറ്റി പ്രതിപാദ്യങ്ങളുണ്ട്. ജന്മസ്ഥലം പലസ്തീനാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് ഏറ്റവും നല്ല വെറൈറ്റി പറയുകയാണെങ്കിൽ ഈ ബെത്ലഹം ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു ടൈപ്പ് ഉണ്ട്. അതുപോലെ അത് നല്ല സ്വീറ്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് ടർക്കിയിൽ നിന്ന് വരുന്ന ടൈപ്പ് ഉണ്ട്, ബ്ലാക്ക് ടർക്കി, ബെത്ലഹം ബ്ലാക്ക്, ഇങ്ങനെയൊക്കെ പല വെറൈറ്റികൾ. ടർക്കിയിൽ നിന്ന് വരുന്നതാണ് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഗൾഫിലൊക്കെ വാങ്ങി കിട്ടുന്നില്ലേ, അത് ഈ ടർക്കിയിൽ നിന്ന് വരുന്നതാണ്. അതാണ് നല്ലത്. നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടാവുന്നത് അത്തി അറിയാൽ പേരാൽ നിങ്ങൾക്ക് അറിയില്ലേ? അതിൽ പെട്ടൊന്നാണ് അത്തി. അതിൻ്റെ തൊലി ചെത്തിയെടുത്തിട്ട് നമ്മൾ കഷായം വെച്ചിട്ട് കുളിപ്പിക്കാനൊക്കെ, കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ എടുക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്വക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് സാധിക്കും. അതുപോലെ ഈ നാൽപ്പാമര തൊലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാറില്ലേ, കുട്ടികളെ കുളിപ്പിക്കാൻ എടുക്കാറില്ലേ? അതുപോലെ ത്വക്ക് രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിലൊന്നാണ് ഈ അത്തി അറിയാൽ പേരാൽ. ഇതിൻ്റെ 4ൻ്റെയും തൊലി ചേർന്ന് ഉണക്കിയെടുത്തിട്ട് അത് വെള്ളം തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കും. നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാൻ, അതുപോലെ ചൊറി ചേരങ്ങ് കരപ്പൻ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ കുളിക്കാനായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലൊന്നാണ് ഈ അത്തിത്തൊലി. അപ്പോൾ അതിൽ നമ്മൾ ഈ കാട്ടത്തി ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കത് നമ്മുടെ നാട്ടിലത് പാകം പരുവപ്പെടുത്തി എടുക്കാം. അതിനുള്ള വിധികളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് നല്ല സംഗതി, നല്ല മധുരമായിരിക്കും. ഒരു 50% ഷുഗർ ഉണ്ട് ഇതിൽ. പിന്നെ പ്രോട്ടീൻ ഉണ്ട്, സോഡിയം ഉണ്ട്, അയൺ കണ്ടന്റ് ഉണ്ട്, വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള കണ്ടീഷനിൽ വളരെ നല്ലതാണ്. അനീമിയ, തളർച്ച, ഹീമോഗ്ലോബിൻ ക്ഷീണം, തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നവർ ഇത് ദിവസേന കഴിക്കാം. അത് കഴിക്കേണ്ട വിധമൊക്കെ വിശദമായിട്ട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ അനീമിയ പോലത്തെ കണ്ടീഷനിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പൈൽസ്, അതുപോലെ ബ്ലീഡിംഗ് പൈൽസ് ഉണ്ടാവുക, അതുപോലെ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാവുക, അത്തരക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നത് നിത്യേന കഴിക്കുന്നതല്ല. ശരീരപുഷ്ടി ഉണ്ടാവുന്നതിന് ധാരാളം പോഷകങ്ങളുണ്ട്. മനസ്സിലായോ? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പൈൽസ്, ഫിസ്റ്റുല, ഇത്തരം കണ്ടീഷനുകളൊക്കെ ഇല്ലേ, ഫിസ്റ്റുലയും ഫിഷറും ഒക്കെ ഉണ്ടാകുന്ന സംഗതികളില്ലേ. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇത്തരക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ അത്തരക്കാർക്ക് ദിവസേന കഴിക്കാം. പൈൽസ് പ്രോബ്ലം, ബ്ലീഡിംഗ് പൈൽസ് ഉണ്ടെങ്കിൽ, എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് കൊണ്ട് ആ രക്തനഷ്ടം കൊണ്ട് അനീമിയ സംഭവിക്കുക, അത്തരം എന്താ വെച്ചാൽ അയൺ കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്തരക്കാർ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്തുമാത്രം അളവ് എടുക്കണം, എങ്ങനെ തയ്യാറാക്കേണ്ട എല്ലാം പറയാം. പിന്നെ നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചിലുണ്ട്. അത് എന്താ അതായത് നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ ഇല്ലേ, പൊതുവെ കിഡ്നി സ്റ്റോണും അതുപോലെ ഗോൾഡ് ബ്ലാഡർ സ്റ്റോണൊക്കെ വരുന്ന ഒരു ടെൻഡൻസി ശരീരത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ ഉള്ളിൽ അരിയുള്ള സംഗതികൾ, അതായത് കോവയ്ക്ക, തക്കാളിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒഴിവാക്കാൻ പറയും. കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വഴുതനങ്ങ, തക്കാളി, കോവയ്ക്ക. അപ്പോൾ ഇത് ആ ഗണത്തിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട. കിഡ്നി സ്റ്റോണിന് നിങ്ങൾക്ക് സാധാരണ താല്പര്യം ഉണ്ടെങ്കിൽ, സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ നിത്യേന കഴിക്കേണ്ട, വല്ലപ്പോഴൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കേണ്ട. അതുപോലെ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ, തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ, തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും കഴിക്കേണ്ട. സ്ഥിരമായിട്ട് കഴിക്കേണ്ട, വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഷുഗർ ബോർഡർ ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഉണക്കമുന്തിരിയും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതും പലരും ചോദിക്കാറുണ്ട്, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമെന്ന്. ബോർഡർ ലൈൻ ഷുഗറൊക്കെ ആണെങ്കിൽ കഴിക്കാം. നിങ്ങൾക്ക് ഇത് കഴിച്ച് മറ്റ് ഷുഗറൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ബാലൻസ് പോകും. പക്ഷേ ഹൈ ഡയബറ്റിക് ആണ്, 10, 200, 300 ഒക്കെ ഉണ്ട്, 2-3 നേരം ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ കഴിക്കേണ്ട. അത്തിപ്പഴം കഴിക്കേണ്ട, അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കഴിക്കേണ്ട. ഷുഗർ ലെവൽ കൂട്ടുന്നതിന് സാധ്യതയുണ്ട്. എന്നാലും ഒരു 50% ഷുഗർ കണ്ടന്റ് ഉണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഇതിൻ്റെ പോഷകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലപ്പാലിനേക്കാളും സമ്പുഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ക്ഷീണവും തളർച്ചയൊക്കെ ഇല്ലാതാക്കുന്നതിനും, ഇതുപോലെ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, ബ്ലീഡിംഗ്, എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്, ഇത്തരം കണ്ടീഷനിൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിന് സഹായിക്കും. അനീമിയ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. അനീമിയ കൊണ്ട് വളർച്ച കൊണ്ട് ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് കഴിച്ചോട്ടോ, നല്ലതാണ്. അതുപോലെ ആൻറ്റി ക്യാൻസർ സെൽസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതിൻ്റെ സ്പ്രെഡ് അറസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. എന്നുവെച്ചാൽ ഇത്തരം ആൻറ്റി ഓക്സിഡൻസും ഈ പ്രോട്ടീനും ഒക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇത് നിത്യേന ശീലിക്കാം. ഹൈ ഷുഗർ ഉള്ളവർ കഴിക്കേണ്ട, കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യതയുള്ളവരും കഴിക്കേണ്ട. ബോർഡർ ലൈൻ ഷുഗറുകാരൊക്കെ കഴിച്ചോ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഈ 2-3 രീതിയിൽ പറയാം. നമുക്ക് ഈ മദാത്യം, ഒത്തിരി ലിവർ ഡിസീസ് ഒക്കെ ഉള്ളവർ, ആൽക്കോളിസം കൊണ്ട് ലിവർ ഡാമേജ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവില്ലേ, അവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അതും നമ്മുടെ രക്തത്തിന് ശുദ്ധി വരുത്തുന്നതിനും ലിവറിൻ്റെ ആ ഡാമേജസ് ഒക്കെ റിപ്പയർ ചെയ്യുന്നതിനൊക്കെ ഇതിന് കഴിവുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ പുതിയ സയൻറ്റിഫിക് റിസർച്ച് റിപ്പോർട്ട്സ് വരുന്നുണ്ട് അങ്ങനെ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇത് 2-3 രീതിയിൽ കഴിക്കാം.
ഇപ്പം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അതുപോലെ പൈൽസിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇത് 2 മതി. 2 എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിങ്ങനെ വീർത്ത് വരും. മനസ്സിലായോ? അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിന്നർ കഴിക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ കഴിക്കാം. അത് ഒരെണ്ണെടുത്ത് ചവച്ചരയ്ക്കുക, അടുത്തെടുത്ത് ചവച്ചരയ്ക്കുക, നല്ലപോലെ ചവച്ച് വായിൽ ഉമിനീരായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ലയിപ്പിക്കണം. അങ്ങനെ ഫ്ലൂയിഡ് പോലെ ആക്കണം. എന്നിട്ട് തിറക്കുക, ബാക്കി ആ വെള്ളവും കുടിക്കുക. മനസ്സിലായോ? അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഫിഷർ അങ്ങനെ അത്തരം പ്രശ്നങ്ങളുള്ളവരൊക്കെ ഈവനിങ്ങിൽ ഡിന്നറിന് 1 മണിക്കൂറിന് മുമ്പ്, 1 മണിക്കൂറെങ്കിലും മുമ്പ്, 2 മണിക്കൂർ മുമ്പ് കഴിച്ചാലും വിരോധമില്ല, ആ സമയത്ത് കഴിക്കായിരിക്കും ചെയ്തത്. അപ്പോൾ ആ ശോധന ഉണ്ടാവുന്നതിനും ആ പാത്വേ ഒക്കെ ക്ലിയർ ആവുന്നതിനും ഡൈജഷൻ നന്നാവുന്നതിനും ഒക്കെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, ഫിഷർ, മലബന്ധം ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഡിന്നറിന് മുൻപ് കഴിക്കുക. അതുപോലെ പകൽ മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി കഴിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ലിവർ സംബന്ധമായി കരളിൽ ഇത്തരം പ്രശ്നങ്ങൾ, ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ഫാറ്റി ലിവറിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. നമ്മുടെ വീഡിയോ Dr.T.L.Xavier ഫാറ്റി ലിവറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതുപോലെ ബദാമിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിച്ചു മാത്രം കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ ധാരാളം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന പല സംഗതികളും പറയുന്നുണ്ട്. വിശദമായിട്ട് കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലിവറിനെ പ്യൂരിഫൈ ചെയ്യുന്നതിനും കഴിവുണ്ട്. അപ്പോൾ ലിവർ ഡിസോർഡർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞിട്ട് വേണം കഴിക്കും. അപ്പോൾ എണ്ണ 2 തന്നെ മതി. അപ്പോൾ അതെന്ത് ചെയ്യണം? അതിരാവിലെ നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ നേരത്തെ നന്നായി കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 ഇട്ട് വയ്ക്കുക. ഇളം ചൂടുവെള്ളം മതി, അതിലിട്ട് വയ്ക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അവനിങ്ങനെ വീർത്ത് വരും. അപ്പോൾ അത് ഇതേ മെത്തേഡ് തന്നെ, അത് എടുക്കുക, നന്നായിട്ട് ചവച്ചരച്ച് വായിൽ നമ്മുടെ ഉമിനീരായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം വായിൽ വെച്ചിട്ട്. എന്നിട്ട് അത് ഇറക്കുക, അതിൻ്റെ മീത വെള്ളം കുടിക്കുക. അപ്പോൾ ആ ലിവർ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് അത് നല്ലതാണ്. അപ്പോൾ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് അതാണ് ഈവനിങ്ങിൽ ഡിന്നറിന് മുൻപ് കൊണ്ട് പ്രോബ്ലം ഉള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂറിന് ശേഷം കഴിക്കുക. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ്, അനീമിയ, എക്സസീവ് ബ്ലീഡിംഗ് കൊണ്ട് സ്ത്രീകൾക്ക്, അതുപോലെ ബ്ലീഡിംഗ് പൈൽസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടാവുക, വിളർച്ച ഉണ്ടാവുക, ഹീമോഗ്ലോബിൻ കുറയുക, അതുപോലെ ദേഹത്തിന് സ്കിന്നിനും ഒക്കെ നല്ല ഗ്ലോ കിട്ടുന്നതിനും ശരീരത്തിൻ്റെ പുഷ്ടി ഉണ്ടാകുന്നതിനും ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി, ക്യാൻസർസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും? നമ്മൾ തലേ ദിവസം രാത്രി കഴുകി ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതും 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ഇട്ട് വയ്ക്കുന്നു. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുന്നു. രാവിലെ നേരം വെറും വയറ്റിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ചവച്ചരച്ച് നന്നായിട്ട് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നു. ഒപ്പം ആ വെള്ളവും കുടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന്, ക്യാൻസർ സെൽസിൻ്റെ ബ്ലഡ് അറസ്റ്റ് ചെയ്യുന്നതിന്, ക്യാൻസറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, ഹീമോഗ്ലോബിനും കൂടുതലുണ്ടാകുന്നതിന്, വിളർച്ച കുറയുന്നതിന്, രക്തം കൂടുതലായിട്ടുണ്ടാകുന്നതിനായിട്ട് വെറും വയറ്റിൽ കഴിക്കുക. ലിവർ ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിക്കുക. പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഡിന്നറിന് 1-2 മണിക്കൂർ മുമ്പ് കഴിക്കുക. അപ്പോഴൊക്കെ ഒരു മിനിമം 3-4 മണിക്കൂറെങ്കിലും ഇവന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് മിനിമം അങ്ങനെ വേണം കഴിക്കാൻ. അപ്പോഴാണ് അത് പെട്ടെന്ന് അലിഞ്ഞ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുക. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൽ എന്തെങ്കിലും നമ്മൾ കടകളിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റ് പ്രാണികളും കുറുമ്പൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് 1-2 തവണ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറഞ്ഞത്. നമ്മൾ ആ വെള്ളവും കൂടെ കുടിക്കുകയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല, എന്തെങ്കിലും സംശയം ഒന്നുകൂടി കണ്ടാൽ മതി. പലസ്തീനാണ് ജന്മദേശമെങ്കിലും ഇത് ലോകം മുഴുവൻ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും, ഗൾഫ് കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് കാണാം, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം നമ്മുടെ അവിടെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അല്ലേ. ലുലുലൊക്കെ പോയി അതിനൊക്കെയായിട്ട് പ്രത്യേക കൗണ്ടറിലാണ് പലതരം ടൈപ്പ്, പല കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ കിട്ടും. നല്ല നല്ല ക്വാളിറ്റീസ് കിട്ടും. 10,500 രൂപയോളം വിലയുണ്ട് കേട്ടോ കിലോയ്ക്ക്. നമുക്കിവിടെ നാട്ടിൽ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഈ കാട്ടത്തി എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ശുദ്ധി ചെയ്ത് ശരിയാക്കി എടുക്കാനുള്ള ഒരു വിദ്യയുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമുക്ക് ഒരുവിധം പഴുത്തത് വേണം. അങ്ങനെ പച്ച, ഞാൻ എൻ്റെ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ തിരൂര് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പം തണലിനൊക്കെ നല്ല, നിങ്ങൾ വഴിയരികിലും കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ കാണാം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ. ഇത് ആൽമരത്തിൻ്റെ ഗ്രൂപ്പിൽ പെട്ടത് തന്നെയാണതേ. നാൽപ്പാമരം എന്ന് പറയുമ്പോൾ അത്തി, തിരയാൽ, പേരാൽ പറഞ്ഞില്ല, കല്ലാൽ, ഇത് ഈ 4 ഇനത്തിൽ പെട്ടൊന്നാണ്. അപ്പോൾ ഇതിങ്ങനെ വടവൃക്ഷം പോലെ പടർന്ന് പന്തലിക്കും. വലിയ വലിയ ഇലകളാണ്, ആനയുടെ ചെവിയുടെ പോലത്തെ വലിയ ഇലകളാണ് ഈ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ടൈപ്പിന്. അപ്പോൾ അതുകൊണ്ട് നല്ല തണലുണ്ടാവും. തണലുണ്ടാവും. പിന്നെ വേര് സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ വീടിനോടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മതിലൊക്കെ പൊളിച്ച് ചുമരൊക്കെ പൊളിച്ച് പോകും. അപ്പോൾ അത് കാരണം അധികം തന്നെ മതിലും കെട്ടിടങ്ങളൊന്നും ഇല്ല, അടുത്ത് വെക്കണം. പക്ഷേ കാട്ടത്തിയാണെങ്കിലും ഇതിൻ്റെ തൊലി നമുക്ക് ഈ ത്വക്ക് രോഗങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് വരും. തൊലി വെട്ടി ഉണക്കിയെടുത്തിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിപ്പിക്കുന്നതിനൊക്കെ ഈ കരപ്പൻ്റെ ബുദ്ധിമുട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ നാടൻ ഈ കാട്ടത്തി കൂടുതൽ വലിപ്പം വരില്ല. മനസ്സിലായോ? ഇലയ്ക്ക് നല്ല വലിപ്പമുണ്ടോ, പക്ഷേ ഒരു മീഡിയം സൈസേ വരുള്ളൂ. ഇങ്ങനെ ഗ്രീനിഷ് കളർ, പിന്നെ അങ്ങനെ റെഡിഷ് ആവില്ല, ഒരു ബ്രൗൺ കളറിലൊക്കെ വരും. ഞെക്കി കഴിഞ്ഞാൽ പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്യും. പക്ഷെ അതങ്ങനെ പൊളിച്ച് തിന്നു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവും. ചെറുങ്ങനെ ഒരു ആ ചവർപ്പ് വിട്ട ഒരു മധുരം, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം സംഗതി എന്ത് ചെയ്യണമെന്ന് അറിയും? നമ്മൾ വെറുതെ കളയേണ്ട, ഇത് നമുക്ക് ഉപയോഗിക്കാം. അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഞെട്ടിയില്ലേ, 2 സൈഡിൽ ഇങ്ങനെ ഒരു ഞെട്ടുണ്ടാവും, അതിങ്ങനെ അരിഞ്ഞ് കളയാം. സിമ്പിളായിട്ട് അരിഞ്ഞ് കളയാം. നല്ലൊരു മൂർച്ചകളെ കത്തിനെ നൈസായിട്ട് അരിയാം. അത് അരിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒരു ഉരുളിയിലോ അങ്ങനെ വായവട്ടം എന്ന് വെച്ചാൽ തിളപ്പിച്ച് വെള്ളം വറ്റിക്കാനാണ്, വായവട്ടമുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഈ തൊലി ചെത്തി നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് മുങ്ങി കിടക്കണം. എന്നിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പൊന്ന്
ആ അളവിനനുസരിച്ച് ഉപ്പൊന്ന് വെതറുക. ആ വെള്ളം പെട്ടെന്ന് തെളിച്ച് പിടിക്കുന്നതിനും അതിലെന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ നമ്മൾ പുറത്തിങ്ങനെ മണ്ണിലാണ് ഇത് വീണ് കിടന്നുണ്ടാവുക. ഈ മരം വളർന്ന് വലുതാവെങ്കിലും കടക്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ വിഷാംശങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും അതുപോലെ 1-2 ലെമൺ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അത് ഇട്ടിട്ട് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കൊന്നും വേണ്ട കേട്ടോ. അത് നേരെ ഇട്ടിട്ട് അങ്ങനെ നല്ലപോലെ തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വെന്ത് വരും. മൊത്തം ഇങ്ങനെ ഞെക്കിയാൽ ഞെങ്ങുന്നൊരു പരുവം വരും. അപ്പോൾ അത് തണുത്തതിന് ശേഷം അത് നമ്മളൊരു നല്ല ഉണങ്ങിയ ടവലിൽ അത് അങ്ങനെ ഒപ്പിയെടുക്കണം, ഡ്രൈ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പരന്ന വട്ടോറത്തിലോ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് നിഴലിൽ വെച്ച് ഉണക്കണം. വെയിൽ കൂടുതലായിട്ട് അടിക്കരുത്. വല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവും, അങ്ങനെ ഹാർഡാവും, അത് ഇങ്ങനെ കടിച്ച് തിന്നാൻ പറ്റില്ല, റസ്ക് തിന്നുന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഒരു നിഴലിൽ വെച്ച് പതുക്കെ ഉണങ്ങുക. അതങ്ങനെ ഒരാഴ്ച ചെയ്യണം. ഒരു 5 ദിവസം നിഴലിൽ വെച്ചതിന് ശേഷം 5ാമത്തെ ദിവസം തീരുന്നറിയോ, നമ്മൾ ഇച്ചിരി തേനോ ശർക്കരപ്പാനിയോ പഞ്ചസാരപ്പാനിയോ ഉണ്ടാക്കുക. ഇത് കഴിക്കാൻ സുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മളൊരു തണ്ടിലൊരു ഓലയുടെ ഈർക്കിലോ മറ്റോ കോർത്തിട്ട് ഈ തേനിൽ അല്ലെങ്കിൽ പഞ്ചസാരപ്പാനി അല്ലെങ്കിൽ ശർക്കരപ്പാനി പനഞ്ചക്കര കൊണ്ട് പാനി പോലെ ഉണ്ടായിട്ട് അതിലൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ 6ാമത്തെ 7ാമത്തെ ദിവസം അങ്ങനെ ഉണക്കുക, നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കുക. അങ്ങനെ അത് നമുക്ക് സൂക്ഷിക്കുക. ഒരു എയർ ടൈറ്റ് ജാറിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ ഡെയിലി രാവിലെ നമുക്കത് കഴിക്കാം. മറ്റേ വെറൈറ്റിയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും, അതായത് ടർക്കി ബദലം ബ്ലാക്ക് പോലുള്ള ഐറ്റത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും നമുക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സാധാരണഗതിയിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ അത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മറ്റേതിന് ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരമല്ലേ ആ ഇമ്പോർട്ടഡ് ടൈപ്പ്. അതിന് നല്ല വില 1500 രൂപ. അപ്പോൾ ഇങ്ങനെയുള്ളത് പല പറമ്പുകളിലും പലയിടത്തും ഇങ്ങനെ വെറുതെ ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയുക്തമാക്കാനായിട്ട് സാധിക്കും. മറ്റേതിൻ്റെ ഗുണവും സ്വാദൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു 4-1 സ്വാദും ഗുണവും കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ മരത്തിൻ്റെ തൊലി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് തിരിച്ചറിയാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ വലിയ ആനയുടെ ചെവിയില്ലേ, അതുപോലത്തെ വലിയ ഇലകളായിരിക്കും. നല്ല തണലൊക്കെ ഉണ്ടാവും. നമുക്ക് ഇനിയിപ്പോൾ അടിച്ച് വൃത്തിയാക്കാനൊക്കെ മുറ്റത്ത് വെച്ചാൽ ഇത് വലിയ ഇലയായതുകൊണ്ട് പറക്കി കളയാനൊക്കെ സൗകര്യം. പക്ഷേ മറ്റേ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ടാവും. മറ്റേ പുറമെന്ന് വരുന്ന ടൈപ്പിനെ ടർക്കിഷ് അത്തരം സംഗതികൾക്ക്. അറബിനൊക്കെ വളരെ സ്വീറ്റ്, അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ തേൻ പോലെ വരും, മനസ്സിലായോ, നല്ല ചൂട് കാലത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ അങ്ങനത്തെ കിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ലിവർ ഡിസോർഡേഴ്സിന്, അതുപോലെ അനീമിയയ്ക്ക്, അതുപോലെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവരക്ഷ സമയത്തൊക്കെ ക്ഷീണവും വിളർച്ചയൊക്കെ ഉണ്ടാവില്ലേ സ്ത്രീകൾക്ക്, ആ സമയത്തൊക്കെ ഇത് ഡെയിലി 2 വീതം കൊടുക്കാം. രാവിലെ വെറും വയറ്റിൽ കഴിക്കട്ടെ, നന്നായിട്ട് ചവച്ചറിയാം. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കൊക്കെ ഉണ്ടാവാനും ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ പാല് കിട്ടാനും ഒക്കെ സാധിക്കും. മുലപ്പാലിൻ്റെ അളവ് കുറവുള്ളവർക്ക് ഇത് ദിവസേന രാവിലെ 2 മതി, 2-3 മതി, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ലിവർ ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ ലിവർ സംബന്ധമായ ഫാറ്റി ലിവറോ അതുപോലെ ലിവർ ക്യാൻസർ, ലിവർ സിറോസിസ്, മദാത്യം, അമിതമായിട്ട് ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടാകുന്ന ലിവർ പ്രോബ്ലംസ്, ഇത്രയൊക്കെ ഉള്ളവരാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഫിഷർ, അത്തരം പ്രശ്നങ്ങളുള്ള ഫിസ്റ്റുല, അത്തരം പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഡിന്നറിന് 2 മണിക്കൂർ മുമ്പ് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, അയൺ കണ്ടന്റ് ഇഷ്ടംപോലെ ഉണ്ട്, ഷുഗർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ഷുഗർ ഉള്ളവർ വേണ്ട, കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കേണ്ട. ഞാൻ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞു മാത്രം, ഇനി പരാതി പറയേണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും കാണട്ടെ. ഇത്തരം അറിവുകൾ എല്ലാവർക്കും നമ്മൾ വഴി ഒരു ചെയ്തില്ലാത്ത പോരല്ല, എല്ലാവരും കണ്ടോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ നാളെ 3 മണിക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.